പ്രിയ സുഹൃത്തുക്കളെ, ചൈനീസ് അക്കുപങ്ചർ ചികിത്സാ രീതി കേരളത്തിൽ നടപ്പാക്കി വരുന്ന പ്രമുഖ സ്ഥാപനമായ അക്കുപങ്ചർ കണ്ണൂരിനെ ഇനിയും പരിചയപ്പെട്ടിട്ടില്ലാത്ത മലയാളികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി നൽകുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് അക്കുപങ്ചർ കണ്ണൂർ? 1980കളുടെ ഒടുവിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് അക്കുപങ്ചർ കണ്ണൂർ. നമുക്കറിയാം, ആ ഒരു കാലഘട്ടം അക്കുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതി അത്ര ജനസമ്മതമല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഇന്ത്യയിലെങ്ങും ഉണ്ടായിരുന്നത്. അങ്ങിങ്ങ് ചില ഹോമിയോ ഡോക്ടർമാർ, ഇംഗ്ലീഷ് ഡോക്ടർമാർ, ആയുർവേദ ഡോക്ടർമാർ ഇവരൊക്കെ ചെന്ന് ചില ഹോട്ടലുകളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെയോ 2 ദിവസത്തെയോ ഒക്കെ ചില ഫെലോഷിപ്പ്, മെമ്പർഷിപ്പ് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചിലതരം മെഷീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ, അപ്പൊ അവരൊക്കെയാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പലപ്പോഴും സംഘടിപ്പിച്ചിരുന്നത്. കാരണം അവരുടെ യന്ത്രങ്ങൾ വിറ്റഴിക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെ നടത്തി ചില ഫെലോഷിപ്പുകളും ഒക്കെ വാങ്ങും. കുറച്ചു നാളൊക്കെ അവരുടെ കൂടെ പ്രാക്ടീസ് ഈ ചികിത്സ കൂടി ചേർത്തുകൊണ്ട് അവരുടെ പ്രാക്ടീസ് നടത്തിയിരുന്നതായാണ് അന്നത്തെ കാലഘട്ടത്തിലെ ഒരു സവിശേഷത. അതിങ്ങനെ കുറച്ചു നാള് മുന്നോട്ട് പോവുകയും പിന്നീട് അവരത് നിർത്തുകയും ചെയ്യുന്നു. കുറെ കാലം കൂടി അവരുടെ പേരിന് കൂടെ ഇത്തരം ഫെലോഷിപ്പുകൾ, മെമ്പർഷിപ്പുകൾ ഒക്കെ അവരുടെ ഡിഗ്രിയുടെ കൂടെ ചേർത്ത് പോയിരുന്നു. പിൽക്കാലത്ത് മെഡിക്കൽ കൗൺസിലുകൾ ഇത്തരത്തിലുള്ള ഫെലോഷിപ്പുകളും മെമ്പർഷിപ്പുകളും ഒക്കെ ബിരുദം ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പേരിന് കൂടെ ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തതോടുകൂടി ആളുകൾ അത് ഉപയോഗിക്കാതെയും ആയി. ഇതാണ് ആ 80കളുടെ ഒരുപക്ഷെ 90കളുടെയും അവസ്ഥ. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ചൈനീസ് അക്കുപങ്ചർ ചികിത്സാ രീതിയെ മാത്രമായി നടപ്പാക്കുന്ന ഒരു സ്ഥാപനം കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ അക്കാലത്ത് മനുഷ്യർക്കുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും ചൈനീസ് അക്കുപങ്ചർ ഉപയോഗിച്ച് തന്നെ ചികിത്സ നൽകി വന്നു. ആ ഒരു കാലഘട്ടത്തിൽ ധാരാളം ആസ്തമ രോഗികളും ചർമ്മ രോഗികളും സൈനസൈറ്റിസ്, അതുപോലെ തന്നെ കാൽമുട്ട് വേദന അടക്കമുള്ള പല പ്രശ്നങ്ങളുമായിട്ടുള്ള ആളുകൾ വരികയും സുഖപ്പെട്ടു പോവുകയും അതിലൊക്കെ പല ആളുകളും ഇന്നും പലതരം ആ പ്രശ്നങ്ങളുമായി ഇല്ലാത്ത, വീണ്ടും വരാത്ത വിധത്തിൽ സുഖപ്പെട്ട് പലയിടങ്ങളിലായി ജീവിച്ചു വരുന്നു. അതിൽ പല ആളുകളെയും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയും ആയി പരിചയപ്പെട്ട് നമ്മൾ വീണ്ടും അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ 80കളുടെ ഒടുവിലത്തെ അക്കുപങ്ചറിന്റെ ചരിത്രം. ആ കാലത്ത് എനിക്ക് ആയുർവേദം പ്രാക്ടീസ് ചെയ്യുവാനുള്ള ഒരു സർക്കാർ അംഗീകാരം ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും തരത്തിൽ മരുന്നുകൾ കൊണ്ട് സ്റ്റോക്ക് ചെയ്യുവാനോ സ്ഥാപനത്തിൽ വെച്ച് ആയുർവേദമോ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ രോഗികൾക്ക് നിർദ്ദേശിക്കാനോ തയ്യാറാവാതെ ശുദ്ധമായ ചൈനീസ് അക്കുപങ്ചർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എല്ലാതരം വെല്ലുവിളികളെയും നേരിടുവാനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. അത് കാലാതിൽ വൻ വിജയം ആയി തീർന്നു.
എന്നാൽ നട്ടെല്ലി ഞരമ്പ് സംബന്ധമായ പല പ്രശ്നങ്ങൾ, ഡിസ്ക് തെറ്റിയും ഒക്കെയുള്ള പലതരം പ്രശ്നങ്ങൾ. അപ്പൊ ഇവയുടെ മുമ്പിൽ സൂചികൾ പലപ്പോഴും പരാജയം രുചിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിനുള്ള പരിഹാരം അന്വേഷിച്ചുകൊണ്ടുള്ള സുദീർഘമായ അന്വേഷണം ആരംഭിക്കുകയും അത് വളരെ വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി ഏതാണ്ട് 2000 കാലത്തോടു കൂടി ന്യൂറോസ്പൈനൽ അക്യുപങ്ചർ എന്ന പുതിയൊരു മെത്തേഡ് ഞങ്ങൾ ആവിഷ്കരിക്കുകയും അതിന്റെ സഹായത്തോടു കൂടി കണ്ണൂരിലുള്ള 2 ആധുനിക ആശുപത്രികളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നട്ടെല്ല് ഞരമ്പ് സന്ധി രോഗങ്ങൾക്ക് പ്രത്യേകമായ ഒരു ചികിത്സാ സംവിധാനം, ഈ ചികിത്സ നൽകിക്കൊണ്ട് 10,000 കണക്കിന് ആളുകളുടെ നട്ടെല്ല് ഡിസ്ക് ശസ്ത്രക്രിയകളെ ഒഴിവാക്കി എടുക്കുകയും ചെയ്തു. അപ്പോൾ ചൈനീസ് അക്യുപങ്ചർ, അതിന്റെ തന്നെ ആധുനിക രൂപമായ ചൈനീസ് ന്യൂറോസ്പൈനൽ ആക്യുപങ്ചർ. അപ്പൊ ഈ 2 ചൈനീസ് മെത്തേഡുകൾ, ഇത് അതിന്റെ തന്നെ ഒരു നവീകരിച്ച മെത്തേഡ് ആണ്. അപ്പൊ ഈ 2 മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാലം അത്രയും പ്രവർത്തിച്ചു വന്നത്. എന്നാൽ 2000 കാലത്തിന് ശേഷമുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ അടുത്ത തലം ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അത് ചൈനീസ് ന്യൂറോസ്പൈനൽ ഹീലിംഗ് ക്യുഗോങ് എന്ന ഒരു പദ്ധതി 2024 വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞങ്ങളുടെ ഈ മേഖലയിലുള്ള പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സുദീർഘമായ ചരിത്രം. അപ്പൊ ഇതിനെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി, ഇതിനെ കൂടുതൽ വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടി വിവിധ വൈജ്ഞാനിക ശാഖകളിൽ അന്വേഷണം നടത്തുകയും സാധ്യമായിടത്തോളം കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ എന്തൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ അറിവുകൾ നേടിയിട്ടുണ്ടെങ്കിലും, ഇതെല്ലാം ഈ അക്യുപങ്ചർ എന്ന് പറയുന്ന, ചൈനീസ് അക്യുപങ്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുടെ പ്രാക്ടീസിനെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്ന ഏക ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമായിട്ട് ഉള്ളത് ആണ്. അതാണ് പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ ഒരു 94 കാലഘട്ടം മുതൽ ഞങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും പടിയായി വിജയിച്ചതുമായ ഒരു രീതിയാണ് ഓൺ ദ സ്പോട്ട് റിലീഫ് പ്രോഗ്രാം. അത് പലതരം ആസ്മ രോഗികൾ, അതുപോലെ തന്നെ പലതരം തലവേദനകൾ, സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ വേദനകൾ, മറ്റ് പല കണ്ടീഷനുകളും അവിടെ വെച്ചിട്ട് ഉടനടി ആശ്വാസം നൽകുക രോഗിക്ക്. അപ്പോൾ തന്നെ നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രീറ്റ്മെന്റിന് വേണ്ടി ടേബിളിൽ കടത്തിയാൽ അയാളെ ആ ടേബിളിൽ നിന്ന് താഴെ ഇറക്കും മുമ്പ് ആ രോഗിക്ക് എന്തെങ്കിലും ആശ്വാസം ലഭിച്ചിരിക്കണം എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം ആയിരുന്നു ഈ ഓൺ ദ സ്പോട്ട് റിലീഫ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അതും വൻ വിജയകരമായി തീർന്നു. ഇതിനിടയിൽ തന്നെ വിവിധ വൈജ്ഞാനിക ശാഖകൾ പഠിക്കുകയും അവയിലെല്ലാം വിദ്യാഭ്യാസ യോഗ്യതകൾ എടുക്കുകയും ചെയ്തു എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ ചൈനീസ് ചികിത്സാ രീതി, ചൈനീസ് വൈദ്യശാസ്ത്രത്തിന്റെ കേരളത്തിലെ ഏറ്റവും ആധികാരികവും ഏറ്റവും പഴക്കം ചെന്നതുമായ ഒരു സ്ഥാപനം എന്ന നിലയിലാണ് അക്യുപങ്ചർ കണ്ണൂരിന്റെ പ്രസക്തി. അപ്പൊ ഈ ഒരു സ്ഥാപനം ഇരിക്കെ തന്നെ അക്യുപങ്ചർ ചികിത്സയ്ക്ക് വേണ്ടി ആളുകൾ ഇതര സ്ഥാപനം ഒക്കെ തേടി നെട്ടോട്ടം ഓടുന്നത് കാണാം. അപ്പൊ അത് പ്രമുഖമായും ഒരു മുസ്ലിം അക്യുപങ്ചറിന് വേണ്ടിയാണ്. അപ്പൊ അത് നമ്മൾ ചൈനീസ് അക്യുപങ്ചർ ആണ് ചെയ്യുന്നതെങ്കിൽ ചില മുസ്ലിം അക്യുപങ്ചർ ആയി ആളുകൾ ഇറങ്ങി.
1986 അപ്പോ നമ്മുടെയൊക്കെ പരിചയക്കാരനായ ഫസലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വിദ്വാൻ, അപ്പൊ അദ്ദേഹം ചൈനീസ് അക്കുപങ്ചർ പഠിക്കാൻ നടത്തിയ പരിശ്രമത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കിൽ നിന്നും എനിക്ക് മോഹിക്കാൻ കഴിഞ്ഞത് വിജയിച്ചില്ല എന്നതാണ്. അതിന്റെ ഫലമായി അദ്ദേഹം അതിലുള്ള 60 പോയിന്റുകളെ ഇങ്ങെടുക്കുകയും അതിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തു തന്നെ പണ്ടേ നടപ്പുള്ള 5 എലമെന്റുകളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചികിത്സിക്കാൻ ശ്രമിക്കുകയും അത് പരാജയപ്പെട്ടപ്പോൾ അതിന്റെ കൂടെ ചില ജീവിതശൈലികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രീതി ആവിഷ്കരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് അക്കുപങ്ചർ ഹീലിംഗ് എന്ന പേരിലാണ് തമിഴ്നാട്ടിൽ പ്രശസ്തമായി തീർന്നത്. ഇന്ത്യൻ അക്കുപങ്ചർ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടത്. ഇന്ത്യൻ അക്കുപങ്ചർ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് എന്ന അന്വേഷണത്തിൽ ഇന്ത്യൻ ഫിലോസഫി ഉപയോഗിച്ചുകൊണ്ട് ചൈനീസ് അക്കുപങ്ചർ ചെയ്യുന്നതാണ് ഇന്ത്യൻ അക്കുപങ്ചർ എന്നാണ് അതിന് നൽകപ്പെട്ടതായ വ്യാഖ്യാനം. അപ്പൊ ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഇന്ത്യൻ ഫിലോസഫി മുങ്ങിത്തപ്പിയാലും കാണാനില്ല എന്ന സത്യം മനസ്സിലായി. ഇന്ത്യൻ ഫിലോസഫി ഇല്ല എന്നതുപോലെ അതിൽ ചൈനീസ് അക്കുപങ്ചറും ഇല്ല എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉഡായിപ്പ് ചികിത്സ ചില മുസ്ലിങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ പ്രചരിപ്പിച്ചു. അത് അക്കുപങ്ചറാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളും പൊതുജനങ്ങളും വിചാരിച്ചിരുന്നത് ഇതാണ് അക്കുപങ്ചർ എന്നാണ്. അപ്പൊ ഇവർ പിന്നീട് പല കടന്ന കൈകളിലേക്കും പ്രവേശിച്ചു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പ്രസവം എടുക്കലാണ്. പിന്നെ വളരെ മാരകമായ സിറ്റുവേഷനുകളിലും ആ ചികിത്സ ഉപയോഗിക്കുക, രോഗികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നുകളൊക്കെ പെട്ടെന്ന് നിർത്തുക, ഇങ്ങനെ തുടങ്ങിയ പല പരാക്രമങ്ങൾ ചെയ്തുകൊണ്ട് നിരവധി മരണങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും എമ്പാടും അഴിച്ചുവിട്ടു. അപ്പൊ അതിന്റെ ഫലമായി അക്കുപങ്ചർ എന്നൊരു ചികിത്സാ രീതി കേരളത്തിൽ ഏറ്റവും അധികം അപമാനിതമായി തീർന്നു. വാസ്തവത്തിൽ ചൈനീസ് അക്കുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായത്തിൽ ഇങ്ങനെ പ്രസവം എടുക്കലോ എല്ലാ രോഗങ്ങളെയും അതിന്റെ ഏതൊരവസ്ഥയിലും കയറി ചികിത്സിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയും ഇല്ല. അപ്പൊ ഇതൊരു തട്ടിപ്പ് ആയിരുന്നു. അപ്പൊ ഈ തട്ടിപ്പിനകത്തേക്ക് അത് അറിഞ്ഞോ അറിയാതെയോ ആളുകൾ ചെന്ന് ചാടുകയും നിരവധി മരണങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്തു. നിരവധി കുട്ടികൾ മരിച്ചു, നിരവധി സ്ത്രീകൾ മരിച്ചു, നിരവധി പുരുഷന്മാർ മരിച്ചു. അപ്പൊ ഇങ്ങനെ മരണം ഉണ്ടായിത്തീരുകയും ചർച്ചകൾ നടന്നുകൊണ്ട് അക്കുപങ്ചർ എന്ന് പറയുന്ന വൈദ്യശാസ്ത്രത്തിന് മൊത്തം അപമാനമായി തീരുകയും ചെയ്തു. ഇതാണ് കേരളത്തിലെ വർത്തമാനകാല ചരിത്രം. അപ്പോൾ ചൈനീസ് അക്കുപങ്ചർ ഇവിടെയുണ്ട്. ചൈനീസ് അക്കുപങ്ചർ ഉണ്ട്, അതിന്റെ ആധികാരിക സ്ഥാപനമുണ്ട്, അനേക വർഷത്തെ പ്രാക്ടീസ് ഉള്ള ആളിവിടെ ഇരിക്കുന്നു. അയാൾ നഗരഹൃദയത്തിലായി ഇരിക്കുന്നു. എന്നാൽ ഈ മാധ്യമങ്ങൾ ആരും തന്നെ അദ്ദേഹത്തെ അന്വേഷിക്കുവാനോ ഇത്തരം ചർച്ചകളിൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് അന്വേഷിക്കുവാനോ തയ്യാറായില്ല. അപ്പൊ അവർ എന്തോ അവരുടെ മുൻധാരണകൾ ചില ഈ മാധ്യമത്തിന്റെ ഈ അവതാരകന്മാരുടെ പല പ്രശ്നമെന്ന് വെച്ചാൽ അവർ സർവജ്ഞന്മാരാണ് എന്നാണ് പല ആളുകളുടെയും ധാരണ. ഏതൊരു മനുഷ്യനും അറിവിന് പരിധിയുണ്ട്, ഓരോ മേഖലയിലും അറിവിന് പരിധിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതാത് മേഖലകളിൽ അനുഭവ സമ്പത്തുള്ള ആളുകളെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അപ്പൊ അതിനു പകരം മുൻകൂർ ഉള്ള വിശ്വാസം വെച്ചുകൊണ്ട് അലക്കുകയാണ്. അങ്ങനെ ഈ തമിഴ്നാടൻ തട്ടിപ്പ് ചികിത്സയുടെ ഫലമായി മരണം ഉണ്ടായിത്തീരുകയും അതെല്ലാം ചൈനീസ് അക്കുപങ്ചർ എന്ന ഞങ്ങളുടെ ചികിത്സാ രീതി അടക്കം അപമാനിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിത്തീരുകയും ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ചികിത്സാ രീതിക്ക് ഈ ഒരു പരിപാടിയുമായി വഴിയെ പോയ ബന്ധം പോലുമില്ല. അപ്പൊ ഞാൻ ആ രീതി എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് പഠിച്ചതിനാൽ ചൈനീസ് അക്കുപങ്ചറിനെ കുറിച്ചും ആ തമിഴ്നാടൻ ചികിത്സയെക്കുറിച്ചും
ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള കേരളത്തിലെ ഒരു വ്യക്തി ഞാനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ രണ്ടും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ തീർച്ചയായും എന്നോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന കാര്യം എനിക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ആളുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ചെന്ന് മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യാജ ചികിത്സ കേരളത്തിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യവും ഒഴിവാകുമായിരുന്നു. പക്ഷെ അതിനൊന്നും മാധ്യമങ്ങളോ സമൂഹമോ തയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് പറയാം. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇനി ചൈനീസ് അക്യുപങ്ചറിന്റെ കാര്യത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ചൈനീസ് അക്യുപങ്ചർ ഏതെല്ലാം അസുഖങ്ങൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും എന്നതാണ്. ചൈനീസ് അക്യുപങ്ചർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏറ്റവും പ്രാഥമികമായി ഉപയോഗിക്കുന്നത് നട്ടെല്ല് ശസ്ത്രക്രിയകൾ ഒഴിവാക്കുവാൻ വേണ്ടി ആണ്. നട്ടെല്ല് ഡിസ്ക് സംബന്ധമായ ശസ്ത്രക്രിയകൾ പലപ്പോഴും അനാവശ്യമാണ് എന്നതാണ് സത്യം. അപ്പൊ അതിന് നമുക്ക് ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഡിസ്കിനെ അതിന്റെ ലൊക്കേഷനുകളിൽ കൊണ്ടുവരികയും ഉറപ്പിച്ചു നിർത്തുകയും അതിനെ വീണ്ടും അവിടുന്ന് ഇളകിപ്പോകാത്ത വിധത്തിൽ അവിടെ തന്നെ സ്ഥിരപ്പെടുത്തുകയും എങ്ങനെയാണോ അത് സ്ഥിരപ്പെടേണ്ടത് ആ വിധത്തിൽ സ്ഥിരപ്പെടുത്തുകയും ഞരമ്പുകളെയും രക്തക്കുഴലുകളെയും സ്വതന്ത്രമാക്കുകയും ചെയ്തുകൊണ്ട് ഈ സർജറി ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമെന്നതാണ് ഞങ്ങളുടെ അനുഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒന്ന് പറഞ്ഞ് രണ്ട് നട്ടല് കീറുക എന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പൊ നട്ടല് കീറുക എന്നത് ഇപ്പോൾ തുളക്കുക എന്നായിട്ടുണ്ട്. കാരണം കീ ഹോൾ സർജറി വന്നതിനാൽ. അപ്പൊ ആ ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കുവാൻ വേണ്ടി ആണ് ഞങ്ങളുടെ സ്ഥാപനം ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. രണ്ടാമത്, പലതരം ന്യൂറോളജിക്കലായ പ്രശ്നങ്ങളെ വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. പലതരം തരിപ്പ്, കടച്ചൽ, കുച്ചൽ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ അത് ചൈനീസ് അക്യുപങ്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റി എടുക്കുവാൻ കഴിയും. പക്ഷാഘാതം സംഭവിച്ച ഒരു പേഷ്യന്റിനെ അദ്ദേഹം ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ സ്വാഭാവികമായും പക്ഷാഘാതം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോവാണല്ലോ പതിവ്. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായും ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ആ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനോട് അനുബന്ധമായിക്കൊണ്ട് ചൈനീസ് അക്യുപങ്ചറിന്റെ സഹായം കൂടി തേടുകയാണെങ്കിൽ വലിയ തോതിൽ ഈ രോഗികളെ വളരെ പെട്ടെന്ന് രക്ഷപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ഒരു അടുത്ത കാലത്താണ് അതിനുള്ള ചില ചികിത്സാ രീതികൾ മോഡേൺ വൈദ്യശാസ്ത്രം വികസിപ്പിച്ച് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ പോലും ചൈനീസ് അക്യുപങ്ചർ ഉപയോഗിച്ചുകൊണ്ട് ഉടനടി ചികിത്സ നൽകിക്കൊണ്ട് 5-6 ദിവസം കൊണ്ട് രോഗികളെ എണീപ്പിച്ച് നടത്താൻ വേണ്ടി സാധിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ പോലും നിങ്ങൾ ഇതിന് വേണ്ടി ശക്തമായ പ്രചാരണം കൊടുത്തിരുന്നുവെങ്കിലും ആളുകൾക്ക് അതങ്ങോട്ട് ഏശിയിരുന്നില്ല എന്നതിനാൽ വളരെ കുറഞ്ഞ ആളുകളാണ് ആ ഒരു മേഖലയിൽ ചികിത്സക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ആളുകൾ വിളിച്ച് ചോദിക്കുന്നത് 3 വർഷം, 5 വർഷം, 2 വർഷം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ റിസൾട്ട് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം നിങ്ങളത് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നുവോ, അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 മാസത്തിനുള്ളിലെങ്കിലും ചൈനീസ് അക്യുപങ്ചർ ചികിത്സ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. 1 മാസത്തിനുള്ളിൽ ചെയ്താൽ വിസ്മയകരമായ റിസൾട്ട് തന്നെ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണം. ഇനി അടുത്തതായി പറയാനുള്ളത് ആസ്തമ രോഗമാണ്. ആസ്തമ രോഗത്തിന്റെ ചികിത്സയിൽ ഏതാണ്ട് 80% കേസുകൾ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് പഴയ ചില പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അത് തുടർച്ചയായ ചികിത്സ കൊണ്ട് ആ രോഗിയുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി പോകുന്നു എന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഇത് ഇൻക്യൂറബിൾ ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്.
ഒരു ക്രോണിക് ഡിസീസാണ്, ഇൻക്യൂറബിൾ ആണ്. പക്ഷെ അത് നമ്മുടെ ഫലപ്രദമായ ചികിത്സയിലൂടെ സ്വല്പം നീണ്ട ട്രീറ്റ്മെന്റിലൂടെ, അതായത് പടിപടിയായുള്ള കുറച്ച് കൊണ്ടുപോകാനുള്ള ട്രീറ്റ്മെന്റിലൂടെ വിട്ടുമാറിപ്പോകുന്നു. അങ്ങനെ വിട്ടുമാറിപ്പോയ ആളുകൾ ഞങ്ങളുടെ പ്രാക്ടീസിന്റെ തുടക്കകാലം മുതലുള്ള അനുഭവത്തിൽ ധാരാളം പേർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. മറ്റൊന്ന്, മൂക്കിനകത്ത് ദിശ വളരുന്നു. അപ്പൊ അതിന് സർജറിയാണ് വേണ്ടത്. ചൈനീസ് അക്കുപങ്ക്ചർ ചികിത്സ ചെയ്തുകൊണ്ട് അതിനെ സാവകാശം ചുരുക്കി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ആണ്. ഇപ്പൊ വയറ്റിലുള്ള പലതരം ഗ്യാസ് ട്രബിൾ, ഇങ്ങനെയുള്ള ചെറിയ ദൈനംദിന പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ചൈനീസ് അക്കുപങ്ക്ചർ മിനിറ്റുകൾക്കുള്ളിൽ ആശ്വാസം നൽകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മെൻസ്ട്രുവൽ പെയിൻ, ഇപ്പൊ സ്ത്രീകളുടെ, കുട്ടികളുടെ ഒക്കെയും പെൺകുട്ടികളുടെ ഒക്കെ ഒരു പ്രശ്നമാണ് മെൻസ്ട്രുവൽ പെയിൻ. അപ്പൊ അത് ഈ ആധുനിക ജീവിത സാഹചര്യത്തിലേക്ക് വന്നതിന് ശേഷം അതിന്റെ തോത് വളരെ കൂടിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ പ്രാക്ടീസ് തുടങ്ങിയ ആ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ വന്ന് നമ്മുടെ കട്ടിലിൽ കടന്ന് തിരിയുമായിരുന്നു, വേദന സഹിക്കാൻ കഴിയാതെ. അപ്പൊ ആ ഒരു സമയത്ത് ഇതിനെ പെട്ടെന്ന് നിർത്താനുള്ള ഒരു ട്രീറ്റ്മെന്റ് വേഗത്തിൽ വികസിപ്പിച്ച് എടുക്കേണ്ടത് അനിവാര്യമായി തീർന്നു. അങ്ങനെ നടത്തിയ അന്വേഷണങ്ങൾ ഞങ്ങൾക്ക് ആ ഒരു വേദനയെ പരമാവധി 5 മിനിറ്റ് കൊണ്ട് മിക്കവാറും എല്ലാ കേസുകളും പൊടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അത് ഏകദേശം ഒരു 94 അതിന്റെ ഒരു ടെക്നിക്ക് വികസിപ്പിച്ചെടുത്തു. 2000-ൽ രണ്ടാമത്തെ ടെക്നിക്കും വികസിപ്പിച്ചെടുത്തു. ഇന്ന് ഞങ്ങൾക്ക് അത് ഒരു ഈസി കേസാണ്. മറ്റൊന്ന് മൈഗ്രെയിൻ ആണ്. മൈഗ്രെയിൻ ഒരു വലിയ പ്രശ്നം തന്നെ ആണ്. അപ്പൊ അതിന്റെ അഫക്റ്റ് ചെയ്തിരിക്കുന്ന മനുഷ്യന്മാർക്ക് ജാതി മതമോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനാണോ, ഡോക്ടറാണോ, പൈസക്കാരനാണോ, പാവപ്പെട്ടവരാണോ എന്നും ഒരു ഭേദവുമില്ല. അപ്പൊ അത്തരം ആളുകൾക്ക് ചൈനീസ് അക്കുപങ്ക്ചർ ഉപയോഗിച്ചുകൊണ്ട് മൈഗ്രെയിനെ പിടിയാതെ നിർത്താൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നമ്മുടെ ഈ നീണ്ട പ്രാക്ടീസിനിടയിൽ ഒരു 2-3 കേസുകളാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഉത്തരമില്ലാതെ ഊർന്നു പോയിട്ടുള്ളൂ. ബാക്കി മിക്കവാറും കേസുകൾക്കെല്ലാം തന്നെ മികച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നതാണ് മൈഗ്രെയിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അനുഭവം. കാൽമുട്ട് സർജറി, ഇപ്പൊ മുട്ടു തേയ്മാനം എന്നൊക്കെ പറയും. അപ്പൊ അതിനെ ഫലപ്രദമായ ചികിത്സ നൽകുവാൻ വേണ്ടിയിട്ട് ചൈനീസ് അക്കുപങ്ക്ചർ ഏറ്റവും ഒരു മികച്ച ചികിത്സാ രീതി തന്നെയാണ്. വേദന കുറക്കുവാൻ, അതിന്റെ ഫ്ലെക്സിബിലിറ്റി വീണ്ടെടുക്കുവാൻ, വീക്കം കുറക്കുവാൻ, ഒരു രോഗിയുടെ സഞ്ചാരം അനായാസമാക്കി തീർക്കുവാനും ഒക്കെയും നമുക്കിത് ഉപയോഗിക്കാം. എക്സിമ, പലതരം ചർമ്മരോഗങ്ങൾക്ക് ചൈനീസ് അക്കുപങ്ക്ചർ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ ഒന്നാണ് എക്സിമ. അപ്പൊ എക്സിമ നമുക്ക് നിശേഷമായിട്ട് തന്നെ ചൈനീസ് അക്കുപങ്ക്ചർ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് ആണ്. അതോടൊപ്പം തന്നെ ചെറിയ തോതിലുള്ള സോറിയാസിസ് അടക്കമുള്ള മറ്റ് കേസുകളിൽ നമുക്ക് ചികിത്സ നൽകി എടുക്കാൻ കഴിയും. ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പ്രശ്നമാണ് സൗന്ദര്യം. അങ്ങനെ സൗന്ദര്യ സംരക്ഷണത്തിൽ ചൈനീസ് അക്കുപങ്ക്ചറിന്റെ പങ്ക് വളരെ മുന്നിലാണ്. അവർ കണ്ണുകളുടെ തിളക്കം കൂട്ടുവാൻ, കവിളുകൾ തുടുക്കാൻ, അതുപോലെ തന്നെ വലിയ തോതിൽ മുടികൊഴിച്ചിൽ തടയുവാൻ വേണ്ടി, വേഗത്തിൽ നരച്ചു പോകുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി, ഇതിനൊക്കെയും പലതരം പാടുകളെ കുറക്കുവാൻ വേണ്ടി, ഇതിനൊക്കെയും ചൈനീസ് അക്കുപങ്ക്ചർ വിജയകരമായിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാവുന്നത് ആണ്. അപ്പൊ അതുകൊണ്ട് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി താല്പര്യമുള്ള ആളുകൾക്ക് അക്കുപങ്ക്ചർ കാണുന്നത് ഒരു അനുഗ്രഹം ആയിരിക്കും. അപ്പൊ ഇങ്ങനെ
വിവിധ മേഖലകളിലുള്ള അസുഖങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ചൈനീസ് അക്കുപങ്ചർ. ഞങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് ഞങ്ങളെ പറ്റിയില്ല എന്ന് തോന്നുന്ന കേസുകളെ വേഗം അതാതിന്റെ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന മേഖലകളിലേക്ക് പറഞ്ഞേക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വരുന്ന എല്ലാ കേസും എടുക്കും എന്നൊരു യാതൊരു നിർബന്ധവും ഇല്ല. ഞങ്ങൾ പരിശോധിച്ചിട്ട് ഞങ്ങൾക്ക് ആവുമെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ അതിന്റെ എവിടെ ചെന്നാൽ നിങ്ങൾക്ക് മികച്ച ചികിത്സ ലഭിക്കും. അഥവാ ആ ചികിത്സ ആ പ്രത്യേക ഒരു അസുഖത്തിന് ഞങ്ങളുടെ ചികിത്സയിനേക്കാളും മികച്ച ചികിത്സ ഏതാണ്, അത് ആധുനിക വൈദ്യശാസ്ത്രത്തിലാണോ, ആയുർവേദത്തിലാണോ, ഹോമിയോപ്പതിയിലാണോ, അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയിലാണോ, ഏതെങ്കിലും മേഖലയിലാണെങ്കിൽ ഞങ്ങൾ ഒരു മടിയും കൂടാതെ അതാത് മേഖലകളിലേക്ക് രോഗികളെ റെഫർ ചെയ്ത് അയക്കുകയാണ് പതിവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്നും കേസുകൾ പരാജയപ്പെടൽ വളരെ കുറവാണ്. കാരണം ഞങ്ങൾ സെലക്ട് ചെയ്താണ് കേസ് എപ്പോഴും എടുക്കാറ്. അങ്ങനെ ചൈനീസ് അക്കുപങ്ചർ ചികിത്സ താല്പര്യമുള്ളവർക്ക് അക്കുപങ്ചർ കണ്ണൂരിൽ വരാവുന്നതാണ്. ഞാൻ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. താങ്ക് യു.